നൂറയ്ക്കും ആദിലയ്ക്കും ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ജിഷിൻ പറയുന്നത്. ജിഷിനേക്കാളും മുന്നേ എവിക്റ്റായി പോകേണ്ട 2 കണ്ടസ്റ്റൻസുകളാണ് ആദിലയും നൂറയും എന്നും ജിഷിൻ പറയുന്നു. അതിന് കാരണമായിട്ട് ജിഷിൻ പറയുന്നത് ആദിലയും നൂറയും വളരെ ഇനാക്റ്റീവാണ്, അവിടെ ഒന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നൂറ അവിടെ ഒന്നും ചെയ്യുന്നില്ല, മടിച്ച് നിൽക്കുകയാണ്. അതായത് ഡ്യൂട്ടീസ് ചെയ്യാനൊക്കെ വളരെ മടിയാണ്. ഡ്യൂട്ടി ചെയ്യാൻ മടിയുള്ളതായി എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ നൂറയേക്കാളും മടി കാണിച്ചിരിക്കുന്നത് ആദിലയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആദിലയും നൂറയും ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നത് എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ ജിഷിൻ പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നൂറയ്ക്ക് 3 ആഴ്ച നോമിനേഷൻ ഫ്രീ ആകാനുള്ള പവർ കിട്ടി. രണ്ടാമത്, ആദില നോമിനേഷനിൽ വരുന്ന സമയത്ത് നൂറ നോമിനേഷനിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറയുടെ വോട്ടും കൂടി ആദിലയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ആദില നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാരണം. അല്ലാതെ ഹൗസിൽ അവർ വലുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല, വളരെ ഇനാക്റ്റീവാണ്. ആ ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, അനുമോൾ, ഷാനവാസ്, ആദില, നൂറ, ബിന്നി, നിവിൻ. ആ ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങി കൂടുകയാണ് ആദിലയും നൂറയും എന്നാണ് ജിഷിൻ പറയുന്നത്. ഒരു പരിധിവരെയൊക്കെ ജിഷിൻ പറയുന്നത് ശരിയാണ്. കാരണം ഇവർ ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഒതുങ്ങി കൂടുകയാണ്. പിന്നെ ആദിലയ്ക്ക് വോട്ട് ലഭിച്ചത് നൂറ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്ന് 2 പേരും നോമിനേഷനിൽ വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ സമയം നമുക്കറിയാം ആദിലയ്ക്ക് പുറത്ത് സപ്പോർട്ടുണ്ടോ, ആദിലയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യതയുള്ളവരാണോ ഇല്ലയോ എന്നൊക്കെ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.